ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പച്ചരി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതായിരുന്നു. നിങ്ങൾ ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും പച്ചരി കുതിരാനായിട്ട് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു വലിയ 2 അച്ച് ശർക്കരയും പിന്നെ ചെറിയൊരു കഷ്ണം കൂടെയാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ പച്ചരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയുടെ അളവിലാണ് എല്ലാതും ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഏത് പാത്രത്തിനാണോ അരി എടുത്തത് വെച്ചെങ്കിൽ അതിൻ്റെ ഒരു 3/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടിയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊരു തരിതരിപ്പോട് കൂടെ അരച്ചെടുക്കുക. നമ്മൾ നെയ്യപ്പത്തിനൊക്കെ അരച്ചെടുക്കില്ലേ അതുപോലെ. അപ്പോൾ 1 മിനിറ്റോളം അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരിയൊക്കെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടൊന്നുമില്ല, ചെറിയൊരു തരിതരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൽ വല്ല അഴുക്കെന്തെങ്കിലും ഉണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി അരിച്ചപ്പോൾ അതിലുള്ള അഴുക്കാണ് ഈ കാണുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി ചേർത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ സ്നാക്സിന് കിട്ടുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ആകെ വെള്ളം ചേർത്തിട്ടുള്ളത് അരി അരച്ചപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കരപ്പാനി തയ്യാറാക്കിയപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 1/4 ഗ്ലാസ്സാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. അത് മതി, ഇത് കറക്റ്റ് അളവാണ്. ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത്. കുറച്ച് നെയ്യ് തടവി കൊടുക്കുക, അല്ലെങ്കിൽ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഇനി ആവിയിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഇത് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ച് ആവി വരുമ്പോൾ മാത്രം വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന ബാറ്ററിൽ നിന്ന് പകുതിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ പാത്രം ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴുള്ളൂ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പുറത്ത് വെച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ വെക്കുകയാണെങ്കിൽ അത് ചെരിഞ്ഞു പോകും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ് മാത്രം മതി, നമ്മൾ കൂടുതലായിട്ട് കട്ടിയിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒട്ടണമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് വിട്ട് കിട്ടും. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിക്കണ ഒരു പേടിയില്ല, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ അതാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇതിന് സൈഡൊക്കെ നല്ലപോലെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കയ്യിലിൻ്റെ അല്ലെങ്കിൽ ഒരു കത്തിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പാത്രം തിരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ പച്ചരി കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഓയിലൊന്നും ഫ്രൈ ചെയ്യാത്ത ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നേരത്തെ ബാക്കി വന്ന മാവ് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് പച്ചരിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കട്ടിയിൽ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചായിരിക്കും. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.